ആരോ ഏതോ വീഡിയോയിൽ എന്തോ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാവാണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അമ്മമാരാണ് ഭൂരിഭാഗം ഉള്ളത്. കാരണം ആർക്കും അത് ഇഷ്ടമല്ല, ഒരു അമ്മമാർക്ക് ഇഷ്ടമല്ല. കാരണം കൈക്കുഞ്ഞായി നടന്നു തുടങ്ങുമ്പോഴും പിടിച്ച് മുട്ടുകുത്തി നടക്കുമ്പോഴൊക്കെ ദേ സ്റ്റാർട്ടഡ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മോനെ എഴുത്തിനിരുത്തി. അവനങ്ങനെ എഴുത്തിനിരുത്തുമ്പോൾ നല്ല സങ്കടമുണ്ട്. ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നാളെ എൻ്റെ മോനിത് കാണിച്ചു കൊടുക്കാമല്ലോ, എടാ എന്താ ഇതാടാ ഇങ്ങനെ ഇരുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്ക് ഭയങ്കര സന്തോഷം സങ്കടം ഒരുമിച്ചുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതാണ് അവിടെ എനിക്ക് ഉണ്ടായത്. അവൻ ലെഫ്റ്റ് ഹാൻഡാണ്. അച്ഛൻ ആദ്യം റൈറ്റ് ഹാൻഡിൽ എഴുതി, അവസാനം ആണ് അച്ഛനെ മനസ്സിലായത് അവൻ ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന്. പിന്നെ അവൻ ലെഫ്റ്റ് ഹാൻഡിലിരുത്തി എഴുതി. അവൻ അലമ്പാക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഹി വാസ് വെരി ഗുഡ്. ഭയങ്കര അച്ചടത്തോടെയാണ് എഴുതുന്നത്. ആഷു നാട്ടിലാണ്. മെയിൻ ഉദ്ദേശം അവനെ ഞാനൊന്ന് സോഷ്യലൈസ് ചെയ്യാനാണ് അവനെ ഞാൻ നാട്ടിലാക്കിയത്. സോ ദ ബെറ്റർ ഓപ്ഷൻ അവനെ ഞങ്ങൾ സ്കൂളിൽ ചേർത്തു, ഒരു നഴ്സറി. ആൻഡ് ദാറ്റ് വാസ് വെരി കൈൻഡ് നഴ്സറി. കുറച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് ആ നഴ്സറിനെ പറ്റി അറിഞ്ഞത്. അത് 2 ക്ലാസ് റൂമുണ്ട്. ഒന്ന് LKG UKG പോലത്തെ ഒരു ക്ലാസ് റൂമും പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ക്ലാസ് റൂമും ഉണ്ട്. ആഷു ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. കാരണം അവനിങ്ങനെ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. കുട്ടികളെ കാണുന്ന ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്നാണെങ്കിലും അവൻ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അംഗൻവാടി പോലെ. ഇറ്റ് വാസ് വെരി നൈസ്. ഏറ്റവും വലിയ പ്രധാനം എനിക്ക് തോന്നിയത് ആ നഴ്സറി എന്ന് പറയുമ്പോൾ, എൻ്റെ മോന് ടോയ്ലറ്റ് ട്രെയിൻഡ് ആണ്, എങ്കിലും സംടൈംസ് ആക്സിഡൻറ്റ്സ് വിൽ ഹാപ്പൻ. അത് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവന് വാരി കൊടുക്കുന്നുണ്ട് ചോറ്, അവനെ ഉറക്കുന്നുണ്ട്. അവരുടെ മക്കളെ നോക്കുന്നത് പോലെയാണ് അവരെൻ്റെ കുഞ്ഞിനെ നോക്കിയത്. അത് അവൻ അവിടെ സേഫാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഐ എം സോ ഹാപ്പി.